ഇനി ബീഹാറിലേക്കാണ്. ബീഹാറിൽ NDAയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബീഹാറിന്റെ മുഖച്ഛായ മാറിയെന്ന് NDA അവകാശപ്പെട്ടു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, കേന്ദ്രമന്ത്രിമാരായ ജിതിൻ റാം മാഞ്ചി, ചിരാഗ് പാസ്വാൻ ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുത്തത്. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, എന്തൊക്കെയാണ് NDA ബീഹാറിലെ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ? പ്രധാനമായിട്ടും ഇവിടുത്തെ തൊഴിലവസരങ്ങൾ കൂടുതൽ മേഖലയിലേക്ക് തൊഴിലവസരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും എന്നുള്ളതാണ്. 1 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും സർക്കാർ മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ബീഹാറിൽ NDA സഖ്യം ഒരുങ്ങുന്നത്. എന്തായാലും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആദ്യഘട്ടത്തിന് ബാക്കിയുള്ളൂ. 6-ാം തീയതിയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. 4-ാം തീയതിയാണ് പരസ്യപ്രചരണം അവസാനിക്കുന്നത്. അതിനു മുന്നോടിയായിട്ട് ജനകീയ പ്രഖ്യാപനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. രാവിലെ ഇപ്പോൾ മൗര്യ ഹോട്ടൽ അല്പസമയം മുൻപാണ് ഈ BJPയുടെ അതോടൊപ്പം തന്നെ NDAയുടെയും പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, BJP അധ്യക്ഷൻ JP നദ്ദ, ചിരാഗ് പാസ്വാൻ, ജിതിൻ റാം മാഞ്ചി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അല്പസമയം മുൻപാണ് ചടങ്ങുകൾ അവസാനിച്ചത്. എന്തായാലും അവർ ഇതിൽ വ്യക്തമാക്കുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്. 4 വിമാനത്താവളങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതികൾ, അതോടൊപ്പം തന്നെ റോഡുകൾ, പുതിയ റോഡുകൾ, മെട്രോ സൗകര്യങ്ങൾ അടക്കമുള്ളത് ബീഹാറിൽ കൊണ്ടുവരാൻ വേണ്ടി ഉള്ള പ്രഖ്യാപനങ്ങളാണ് നൽകിയിരിക്കുന്നത്. സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കൂടുതൽ പണം നൽകുന്ന ദീദി ലക്ഷാധിപതി പദ്ധതി അതും ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിപ്പോൾ കൂടുതൽ പണം ഈ പദ്ധതിയിലേക്ക് നൽകാൻ വേണ്ടിയുള്ള ചില പ്രഖ്യാപനങ്ങളും നൽകിയിരിക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ ബീഹാറിൽ പ്രചാരണം നടത്തുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരാണ് കഴിഞ്ഞ ദിവസം ബീഹാറിലേക്ക് എത്തി പ്രചാരണ മുഖം തുറന്നിരിക്കുന്നത്. ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്കുപരിയായി കൂടുതൽ പ്രഖ്യാപനങ്ങൾ, അത് ഏറ്റവും സ്ത്രീ വോട്ടർമാരുടെ വോട്ടുറപ്പിക്കാൻ വേണ്ടിയുള്ള ജനകീയ പ്രഖ്യാപനങ്ങൾ ഊന്നിയുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ജനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കൂടുതൽ മേഖലകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മഹാസഖ്യത്തിൻ്റെ സങ്കല്പത്രിക അല്ലെങ്കിൽ പ്രകടന പത്രിക പുറത്തിറക്കിയത്. അതിൽ പ്രധാനമായിട്ടും കൂടുതൽ തൊഴിലവസരങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ടും സർക്കാർ ജോലികൾ, ഒരു വീട്ടിലൊരു സർക്കാർ ജോലിക്കാർ എന്നുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് തേജസ്വി യാദവ് നൽകിയത്. അതിന് ബദലായിട്ട് കൂടുതൽ 1 കോടി സർക്കാർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള വമ്പൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ NDA സർക്കാർ നടത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലും ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ ജനങ്ങളുടെ വോട്ടുറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ഇരു മുന്നണികളുടെ ഭാഗത്തുനിന്ന് മുന്നേറുന്നത്. ജനകീയ പ്രഖ്യാപനങ്ങളാണ് NDAയുടെ പ്രകടന പത്രികയിലുള്ളത്. വിവരങ്ങളാണ് സജു തോമസ് നൽകിയത്.